പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് വമ്പൻ ദുഃഖവാർത്തയാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുമെന്നാണ് മുൻപ് തന്നെ അറിയിച്ചത്. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ക്ഷേമ പെൻഷൻ എത്തുമെന്നായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ DBT സെല്ല് അധികൃതരുമായിട്ട് ഇന്ന് ഫോണിൽ സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വിതരണത്തിൽ വീണ്ടും മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണണം. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യണം. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് നമ്മൾ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളെല്ലാം തന്നെ തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മുടെ പുറകിന് ആരും തെറിയും പറഞ്ഞുകൊണ്ട് വരണ്ട. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ക്ഷേമ പെൻഷൻ്റെ വിതരണം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ ആ വോയിസ് ക്ലിപ്പ്, ഞാനിപ്പോൾ DBT സെല്ല് അധികൃതരുമായിട്ട് സംസാരിച്ചിരുന്നു, അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം. ഹലോ, കേൾക്കാമോ? കേൾക്കാൻ പറയൂ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? DBT സെല്ലല്ലേ? അതെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. പേരെന്താണ്? എൻ്റെ പേര് ഷാ എന്ന് പറയേ. ഓക്കെ, നമുക്ക് ഇന്ന് മുതൽ ക്ഷേമ പെൻഷൻ ഉണ്ടാവുമെന്നേ. 31-ാം തീയതി ആവുമേ. രണ്ടും കൂടെ ഒരുമിച്ചാണോ? ഒരുമിച്ചാണ്. ഇന്ന് അന്നേരം പെൻഷൻ വിതരണം ഇല്ല? ഇല്ല. ഓക്കെ. മാറ്റം വന്നാണോ അതോ നേരത്തെ പറഞ്ഞ 25-ാം തീയതിയും അതുപോലെ തന്നെ 31? മാറ്റം വന്നു. ഇപ്പൊ ഒരുമിച്ച് കൊടുക്കുന്നത് കൊണ്ട് താമസിക്കുന്നതാണ്. രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കാന്നുള്ള രീതിയിലേക്ക് മാറ്റം വന്നോ അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഈ മാസം 31-ാം തീയതി തൊട്ട് രണ്ട് ഗഡുക്കൾ ഒരുമിച്ചാണോ അതോ 2 തവണയായിട്ടാണോ അയക്കുന്നത്? അത് 2 തവണയായിട്ട് അയക്കാൻ പറ്റും. അങ്ങനെ ഒരുമിച്ച് ആയിട്ട് വരില്ല, 2ആയിട്ട് അയക്കും. ഓക്കെ, ശരി മാഡം, താങ്ക് യു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാവരും തന്നെ ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസവും ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ്റെ വിതരണം മാറ്റിവെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് 25-ാം തീയതി മുതൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ്. സാധാരണ 25-ാം തീയതി പറഞ്ഞാൽ 24-ാം തീയതിയോടുകൂടി തന്നെ തുക എത്തുന്നതാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ അനുസരിച്ച് ക്ഷേമ പെൻഷൻ്റെ തുകയിൽ ഇപ്പോൾ നമ്മൾ കേട്ട വോയിസ് ക്ലിപ്പ് അനുസരിച്ചാണെങ്കിൽ 31-ാം തീയതിയോടുകൂടി മാത്രമേ തുകയുടെ വിതരണം ഉണ്ടാവുകയുള്ളൂ. 2 ഗഡുക്കൾ തുകയായിട്ട് ഒരുമിച്ചായിരിക്കും വരുന്നത്. പക്ഷേ അത് 2 തവണയായിട്ടായിരിക്കും അയക്കുക. ഇത് സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ DBT സെൽ അധികൃതർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ ഇട്ട് പറയാറില്ല. കറക്റ്റായിട്ട് അന്വേഷണങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തുതന്നെയായാലും പൊതുജനങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. ഇത്രയും നാളും ഇതുവരെയും സർക്കാർ പറഞ്ഞതുപോലെ നിന്നും വീണ്ടും വ്യത്യസ്തമായിട്ട് വ്യതിചലിച്ചുകൊണ്ട് 2 മാസ തുക ഒരുമിച്ച് വിതരണം ചെയ്യാനായിട്ട് 31-ാം തീയതി വരെ തുകയുടെ വിതരണം ദിവസം മാറ്റി വച്ചിരിക്കുന്നു. അപ്പോൾ വരുമ്പോൾ 31-ാം തീയതി തുടങ്ങുമ്പോൾ നമുക്കൊരു അടുത്ത മാസം 5-ാം തീയതിയോടുകൂടിയൊക്കെ പൂർണ്ണ അളവിൽ തുക ലഭിക്കുകയുള്ളൂ. ഇലക്ഷൻ്റെ സമയത്ത് പോലും ക്ഷേമ പെൻഷൻ്റെ വിതരണത്തിൽ ഈ മാറ്റം വരുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. എല്ലാവരും ഈ ഒരു കാര്യം പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക.